കിഴക്കൻ മലയോരത്തെ ജനങ്ങളുടെ കാത്തിരിപ്പിന് അറുതിയായി തോട്ടുമുക്കം ആരോഗ്യ സബ് സെൻ്റർ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും അനുവദിച്ച 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സബ് സെൻ്റർ നിർമ്മിക്കുന്നത്. സബ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ കിഴക്കൻ മലയോര മേഖലയിലെ നിരവധി പേർക്ക് ആശ്വാസമായാണ് തോട്ടുമുക്കത്ത് ആരോഗ്യ സബ് സെൻ്റർ യാഥാർത്ഥ്യമാവുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7 വാർഡുകളിലെയും കാരശ്ശേരി പഞ്ചായത്തിലെ നിരവധി ജനങ്ങൾക്കും മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടീരി, കീഴുപറമ്പ് പഞ്ചായത്തുകളിലെ 5ഓളം വാർഡുകളിലെയും 18,000ഓളം ആളുകൾക്ക് ആശ്രയമാവുന്നതാണ് ഈ സബ് സെൻ്റർ. 9ഓളം ക്രഷർ, ക്വാറി യൂണിറ്റുകളും വനമേഖലയിൽ കാട്ടുപന്നി, കാട്ടാന, പുലി എന്നിവയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ച പ്രദേശമാണെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. നിരവധി പട്ടികജാതി, പട്ടികവർഗ കുടുംബങ്ങളും ഈ പ്രദേശത്തുണ്ട്. ഇവർക്കെല്ലാം ആശ്വാസമായാണ് പുതിയ സബ് സെൻ്റർ നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രമഫലമായി നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും അനുവദിച്ച 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സബ് സെൻ്റർ നിർമ്മിക്കുന്നത്. 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചുറ്റുമതിൽ നിർമ്മാണം ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തും പൂർത്തിയാക്കിയിട്ടുണ്ട്. ആരോഗ്യ സബ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബാബു പൊലുകുന്ന്, ആയിഷ ചേലപ്പുറം, മറിയംകുട്ടി എസ്.എൻ, മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ കരീം പഴങ്കൽ, UP മുഹമ്മദ്, സിജി കുറ്റിക്കൊമ്പിൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KG ഷിജിമോൻ, അബ്ദുൽ ഗഫൂർ, മാത്യു തറപ്പുതൊട്ടിയിൽ, ശിവദാസൻ, ഷാജു പനക്കൽ, രാജു ജോസ്, YP അഷ്റഫ്, ഡോളി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.